ഇത് നടക്കൂല. ഇവിടെ സത്യയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ശീതളേട്ടൻ തന്നെ വേണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലടാ. നീ അത് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടുള്ളതല്ല. ഞങ്ങൾ UDP-ക്കാർ ഒരു സ്ഥാനാർത്ഥിനെ ഒപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്ന് സത്യേട്ടൻ്റെ പേര് വന്നേ പിന്നെ അയാൾ പിന്മാറിക്കളഞ്ഞ്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലേ, ശീതളിന് അളിയൻ എൻ്റെ അളിയനാണെന്നും കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അല്ലെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായി പോവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതല്ലേ പ്രശ്നം? നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി സ്ഥാനാർത്ഥി ആയിക്കോ. അല്ല അതല്ല എന്റെ മണ്ടു, നീ ഒന്നും മിണ്ടാതിരിക്കാതെ. ഏടത്തി, നമുക്ക് ജയവും തോൽവിയോ ഒന്നും പ്രശ്നമല്ല. നമുക്കിപ്പോ ഒരു സ്ഥാനാർത്ഥി വേണം, അതും ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളായിരിക്കണ്ടേ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ചേട്ടി ഒന്ന് സംസാരിക്കുള്ളോട്. നീ ഇതും പറഞ്ഞോണ്ട് വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. മണ്ടു, നിന്നോട് ഒരു പ്രാവശ്യം മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നീ പേടിക്കണ്ടേ പ്യാരി, അച്ഛനും ചേട്ടനും കൂടെ വരട്ടെ, ഏടത്തി പറഞ്ഞ് സമ്മതിപ്പിക്കാമല്ലോ. ഏടത്തി ഒന്ന് സംസാരിക്കും. നീ ധൈര്യമായിട്ട് പൊയ്ക്കോടാ. നീ നാളെ എങ്ങാനും ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. ഒന്നും കൂടി ഒന്ന് ആലോചിക്കടി. ഇതിന്റെ ഗൗരവം വല്ലതും മനസ്സിലാക്കിയിട്ടാണോ പറയണേ? നിന്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം വരെ ഒരാവശ്യം പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല. ആദ്യമായിട്ട് ആങ്ങളെ വരികയാണ് ഒരു ആവശ്യം പറഞ്ഞിട്ട്. ഇങ്ങനെ മുഖത്തടിച്ചോലെ പെരുമാറാൻ കൊള്ളാമോ? എന്റെ ചേച്ചി, ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ടുപേര് മത്സരിക്കാനോ? എടി, ജയിച്ചാലും തോറ്റാലൊക്കെ നമ്മുടെ വീട്ടിലല്ലേ, പുറത്തൊരാളുടെ മുമ്പിലാണോ തോക്കണേ? ഒരെന്നാലും ഇല്ല. നീ ഇനി ഇതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പോവാ. LDP-യെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പാർട്ടിയിൽ മത്സരിക്കാൻ ഒരു വ്യക്തി പോലും തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് നമ്മുടെ വിജയം. എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ശീതളൻ. നമുക്കെല്ലാം പ്രിയങ്കരനായ മൻമഥൻ സാറിന്റെ മകനാണ് ശീതളൻ. ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യാ? മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാത്? ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സത്യശീലൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കൊക്കെ തോന്നുന്നത് പൊട്ടക്കിണറ്റിൽ വീണ തവളയോട് ഉപമിക്കാൻ. പാരമ്പര്യമായിട്ടുള്ള കുറച്ച് സ്വത്തിലെ കൃഷിയും വീട്ടുകാർ പറയുന്നത് കേട്ട അടുക്കളയും കൃഷിസ്ഥലവും കൃഷിസ്ഥലമായിട്ട് മാത്രം കഴിയുന്ന ഒരു മനുഷ്യ ജീവി. അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ നടത്താക്കാൻ കഴിയുക? എങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ കഴിയുക? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരന്റെ ചൂടും വിഷമവും ദുഃഖവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമ്മളിൽ ഒരാളായ ശീതളന് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം, ടെലിഫോൺ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥി എന്താ നമ്മുടെ പ്രിയമുള്ള നാട്ടുകാരെ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDP-യുടെ സ്ഥാനാർത്ഥിയായ സത്യശീലനെ മാങ്ങ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മകേഴ്മയോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യശീലനെ കുറിച്ച് പറയാൻ എനിക്ക് 100 നാവുകളാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മൻമഥൻ സാറിന്റെ മൂത്ത പുത്രനാണ് സത്യശീലൻ. സത്യശീലൻ കർഷക സ്ത്രീ അവാർഡ് നേടിയ വ്യക്തിയാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ കർഷക സ്ത്രീ അവാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹം മണ്ണിനറിയണം, നമ്മളറിയണം, ഈ നാടിനറിയണം. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് നാട്ടുകാരെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സത്യശീലന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സത്യശീലന്റെ തന്നെ ഒരു അനിയനാണ്. മണ്ണും ചാണകവും എന്താണെന്നറിയാത്ത ഒരു ശിശുവാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ മണ്ണും ചാണകവും വേർതിരിച്ചറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ UDP-കാർക്ക് എങ്ങനെ തോന്നി എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്.
ഒരു രക്ഷയുമില്ല. കാരണം കർഷകശ്രീ അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനറിയുന്ന ഒരു വ്യക്തിക്ക് പറ്റൂ. നമ്മുടെ സ്ഥാനാർത്ഥി സത്യശീലനെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനെ ഒരു കാർഷിക വിപ്ലവ പഞ്ചായത്താക്കി മാറ്റുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്.